ഹായ് ഹലോ. അപ്പോൾ വീണ്ടും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ തുമ്പിക്കുട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സ്വിമ്മിങ് ക്ലാസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെ കണ്ടത് KFC ആയതുകൊണ്ട് അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൊതുവേ ഞങ്ങൾ 3 പേർക്കും KFC അത്ര അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ വിശപ്പ് നല്ലവണ്ണം ഉണ്ടായതുകൊണ്ട് അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈം ആവാനായപ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിയിട്ടോ. ഇവിടെ ബ്രോഡ്വേയിൽ സമ്മർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ചില്ല് ചെയ്ത് പാട്ടൊക്കെ കേട്ട് പോകാമെന്ന് കരുതി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നൈറ്റ് ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊരു ബാർബിക്യൂ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. നമ്മൾ വീടും നാടും ഒക്കെ വിട്ട് പുറത്തൊരു കൺട്രിയിൽ സെറ്റിൽഡ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മുടെ വൈബിനനുസരിച്ച് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സിനെയാണ്. അങ്ങനെ ലക്കിലി ഇവിടെ ലണ്ടനിൽ എത്തിയപ്പോൾ നമുക്കും കിട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അങ്ങനത്തെ ഈ ബാർബിക്യൂ പാർട്ടിക്കുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെ ഫുഡ് അടി തുടങ്ങാമെന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഫുഡ് അടിയും വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. കുറേ നേരം ഇവരുടെ ബാക്ക് യാർഡിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് ഗ്രേപ്സും ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇവർ കുറച്ച് നാൾ നാട്ടിലായതുകൊണ്ട് ഗ്രേപ്സൊക്കെ ആകെ വാടിപ്പോയി. ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫുള്ളായപ്പോൾ ഞങ്ങൾ ദേ അകത്തേക്ക് കയറി. അപ്പോൾ ഔട്ട്ഡോർ കളികളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇൻഡോർ കളികളാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും നല്ലപോലെ എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു. നൈറ്റ് ഒരു 11:30, 12 ആവാനായപ്പോഴാണ് കേട്ടോ തിരിച്ച് നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത് തന്നെ. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടായില്ല കേട്ടോ, സത്യത്തിൽ മറന്നു പോയതാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഓൾറെഡി കുറച്ച് കറിയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ ഈ അമരപ്പയറും കൂടി ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ ഇത്. ഇതാണെങ്കിൽ കുക്ക് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. കുറച്ച് അനിയൻസും ചില്ലീസും കുറച്ച് സോൾട്ടും പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഈ പയറും കൂടി ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുക ചെയ്യാറ്. ഇത് കുട്ടികൾക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കിത് ലോക്കലി ഇവിടുത്തെ അടുത്തുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി ഒരു 2 തവണയെങ്കിലും ഈ പയർ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇത് അന്വേഷിച്ച് നടക്കുന്ന കുറേ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഇവിടെ ലണ്ടൻ ഏരിയയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അമരപ്പയറിൻ്റെ ഒക്കെ തന്നെ സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈവനിങ് ടൈം ഏകദേശം ആവാനായി. ഇന്ന് ഭയങ്കര വിൻഡി ഡേ ആണ്. പുറത്ത് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ തുമ്പിക്കുട്ടിക്ക് പയറൊക്കെ കണ്ടപ്പോൾ മടിയാണ്. പൊതുവേ വെജീസൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് ഇന്ന് ഞാൻ ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ളവർ. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പാർക്കിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ കുറേ ഫ്രണ്ട്സും അവരുടെ പാരൻസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇന്ന് ഒരു വിൻഡി ഡേ ആയിരുന്നു. അത്യാവശ്യം സമ്മറൊക്കെ അവസാനിച്ചു, തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റേതായ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ തിരക്കൊന്നുമില്ലാത്ത കേട്ടോ. പക്ഷേ ഇവിടെ ഡെയിലി ഇങ്ങനെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വരും. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. മഴച്ചാറ്റിലൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഇവിടെ മഴ പെയ്യുന്ന കണ്ട് നമ്മൾ ഓടി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീടെത്തുമ്പോഴത്തേക്കും മഴ സ്റ്റോപ്പാവും. അപ്പോൾ അതിൽ നല്ലത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല മഴ വരാണെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം.
അങ്ങനെ ദേ പാർക്കിൽ നിന്നെല്ലാം തിരിച്ചു പോന്നു. വീട്ടിലെത്തി ഡിന്നർ ടൈമായി. പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും പലതരത്തിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം. ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ ദോശയാണ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ഒരു ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ഐറ്റവും കൂടെയാണ്. പക്ഷേ 2 ദിവസം 3 ദിവസമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെജീസ് കഴിക്കാനും കൂടെ തോന്നും. അപ്പോൾ പരമാവധി നമ്മൾ നോൺ കഴിക്കുന്ന ഡേയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു മീലിൽ വെജീസും ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ് കേട്ടോ. ഇത് കടയിലൊക്കെ പേസ്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ യൂഷ്വലി നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മുടെ നോർമൽ നമ്മൾ ഇടാറുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ നമ്മുടെ സാധാരണ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇവിടെ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. ഞാനും ആക്ച്വലി കുക്കിംഗ് ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്സ് ഒന്നും അത്ര കാര്യമാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ചിലവരെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടേതായ ഒരു ശൈലിയിൽ കുക്ക് ചെയ്ത് ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, റെഫറൻസ് കിട്ടാനായിട്ട് നമുക്ക് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിലും ഞാനിപ്പോഴും എൻ്റെ അമ്മയോട് തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുക. അമ്മ പറഞ്ഞു തരുമ്പോൾ അത് എത്രയും ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ള, ഇതുവരെ കുക്കിംഗ് ചെയ്ത് നോക്കാൻ ധൈര്യം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും നമ്മുടേതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു കിച്ചൺ കിട്ടുമ്പോഴാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ നമുക്ക് സ്വയം തോന്നുക. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പുട്ടിനെ കൂടി നനച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പുൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും നല്ല അടിപൊളി ചൂട് ചിക്കൻ കറി കൂട്ടി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദോശമാവൊക്കെ ഉണ്ടായിരുന്നു, ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. ഈ തട്ടിക്കൂട്ട് ദോശ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. എല്ലാവർക്കും നല്ല അടിപൊളി ഗീ റോസ്റ്റ് നെയ്യൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. ഇത് തുമ്പിക്കുട്ടിയുടെ ദോശയാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചധികം നെയ്യ് അതിലുള്ളത്. അങ്ങനെ അതേ ഫുഡ് ടൈമായി. ഞങ്ങൾ അടിപൊളി ചിക്കൻ കറിയും ദോശയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചിക്കൻ കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊതുവേ ഇവിടെ ഡിന്നറിന് ചോറ് കഴിക്കലില്ല. കൂടുതലും ഇങ്ങനെ എന്തെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കഴിക്കുക. അപ്പോൾ തുമ്പിക്കുട്ടി ഇത് എൻ്റെ അടുത്തിരുന്ന് ചെറിയൊരു ടേബിളിൽ ഫുഡൊക്കെ വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ദേ കിച്ചണൊക്കെ ക്ലീനാക്കി. ഇത് ഇനി എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ മാത്രമായിട്ടുള്ളൊരു സമയമാണ്. എനിക്കിങ്ങനെ ഒരു നൈറ്റ് ടൈമിൽ നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം. ഞാൻ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ എനിക്കിഷ്ടമുള്ള ആളാണ്. ആകാശം എത്ര കണ്ടാലും മതി വരാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനും മനസ്സിനെ സന്തോഷിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ് ഇങ്ങനെ ഈ നൈറ്റ് ടൈം. നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് കുറച്ച് നേരം ഒറ്റയ്ക്ക് നമ്മുടേതായ ചിന്തകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരു മീ ടൈം എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു സമയം ഈ ഒരു ടൈമിലാണ്. അപ്പോൾ പുറത്ത് വണ്ടികൾ പോകുന്ന ബഹളവും കാറ്റും കിളികളും പിന്നെ ആകാശമൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ കുറച്ച് നേരം ഇരിക്കും. അതൊരു രസമാണ്, അതൊരു തെറാപ്പി പോലെയാണ് കേട്ടോ എനിക്ക്. ഇങ്ങനെ ഈ ഒരു ഇരിപ്പ് എത്ര നേരം ഇരുന്നാലും എനിക്ക് മതിയാവില്ല. അതിൻ്റെ ഇടയിൽ കുറേ ചിന്തകൾ വരും. ഈ ഒരു സമയത്ത് ഞാൻ പരമാവധി ഫോൺ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എൻ്റേതായ കുറേ കാര്യങ്ങളും എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ സമയത്ത് ചെയ്യുക. ഫോൺ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഏകദേശം മഴയൊക്കെ പെയ്യാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. റോഡൊക്കെ ഏകദേശം ഇപ്പോൾ ഒന്ന് കാലിയായി തുടങ്ങി കേട്ടോ. ആളുകളൊക്കെ ഉറങ്ങുന്ന ടൈമായി. നമ്മുടെ തുമ്പിക്കുട്ടി ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.